ഹാഷ്മി അല്പസമയം മുമ്പ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അർജുന്റെ ബന്ധുവിനെ അവിടേക്ക് കടത്തിവിടും അതിനായി കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ അവിടേക്ക് കടത്തിവിട്ടിട്ടുണ്ടോ? അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനുള്ള ഒരു മാർഗം എങ്ങനെയാണ്? മാധ്യമപ്രവർത്തകർക്ക് ഇപ്പോൾ ആ പ്രദേശത്ത് വിലക്കുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മൾ എന്താണ് അതിന്റെ പുരോഗമനം എന്നറിയാൻ സാധിക്കുന്നത്? ജിതിനാണ് കയറിപ്പോകുന്നത്. കൃഷ്ണ, ജിതിൻ അർജുന്റെ സഹോദരി ഭർത്താവാണ്. ജിതിനെ മാത്രമാണ് ഇന്ന് അങ്ങോട്ടേക്ക് കടത്തിവിടുന്നത്. ജിതിനെ ഒരു പോലീസ് വാഹനത്തിൽ കയറ്റി അകത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അപ്പോൾ ജിതിൻ മാത്രമാണ് ഇന്നിപ്പോൾ അകത്തേക്ക് പോകുന്നത്. മാത്രമല്ല, ഈ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തകർക്ക് ഒരു തരത്തിലും പ്രവേശനം അനുവദിക്കില്ല എന്ന് ഉത്തര കന്നഡ ജില്ലാ പോലീസ് മേധാവി പി നാരായണ 24 വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. കരയിലെ തെരച്ചിലിനായാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവരെ പ്രവേശിപ്പിച്ചത്. എന്തായാലും കരയിലെ തെരച്ചിൽ പൂർത്തിയായി. NDRF അനുമതി നൽകിയിട്ടില്ലെന്ന് പറയുന്നു. നേവിയും കരസേനയും സംയുക്തമായാണ് പുഴയിൽ തെരച്ചിൽ നടത്തുന്നത്. നേവിയുടെ കൂടുതൽ സംവിധാനങ്ങൾ തെരച്ചിലിനെ എത്തിച്ചിട്ടുണ്ട് എന്ന് പി നാരായണ പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്. കര കേന്ദ്രീകരിച്ചുള്ള മണ്ണ് കേന്ദ്രീകരിച്ചുള്ള മൺകൂനുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഏതാണ്ട് പൂർണ്ണമായി തന്നെ അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനുള്ളിൽ നമ്മുടെ ആരുമില്ല, മലയാളി രക്ഷാപ്രവർത്തകർ ആരുമില്ല. അവരുടെ സംഘങ്ങൾ മാത്രമാണ് അവിടെയുള്ളത്. അവർ ഇപ്പോൾ SP തന്നെ പറയുന്നത് പുഴ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലെ കാര്യങ്ങൾ പോകുന്നു. കരയിലെ തെരച്ചിൽ പൂർത്തിയായി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇനി കരയിലെ തെരച്ചിൽ അവിടെ നടക്കാനിടയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കൂടുതൽ ടിപ്പർ ലോറികളും റോഡ് ക്ലിയറൻസിനുള്ള വാഹനങ്ങളൊക്കെ ഈ ബാരിക്കേഡ് കടന്ന് അകത്തേക്ക് പോകുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ റോഡ് ക്ലിയർ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. കരയിലെ ആ പരിശോധന പൂർത്തിയാക്കിയെന്ന് വരുത്തി അവിടെ വണ്ടിയില്ല എന്ന് വരുത്തി അവിടെ റോഡ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ആദ്യം മുതൽ പ്രയോറിറ്റി. നമ്മളത് കണ്ടതാണ്, ആദ്യം മുതൽ തന്നെ കണ്ടതാണ്. അവർക്ക് റോഡ് ക്ലിയർ കാര്യം ഇത് സ്മിത കൃഷ്ണ, ഇത് പ്രധാനപ്പെട്ട ഇവരുടെ ഒരു സാമ്പത്തിക ഇടനാഴി റോഡാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു റോഡാണ്. മാത്രമല്ല ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ 100 കണക്കിന് ട്രക്കുകൾ ഈ വഴി പോകാൻ വേണ്ടി അങ്ങോട്ടേക്ക് കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവർക്ക് ഈ റോഡ് ഒഴിവാക്കി എടുക്കേണ്ടത് അതിപ്രധാനമാണ്. ആദ്യം മുതലേ തന്നെ അവരുടെ പ്രയോറിറ്റിയും അവരുടെ വ്യഗ്രതയും ഈ റോഡൊന്ന് ക്ലിയർ ആക്കി എടുക്കുക, അതിനുവേണ്ടി അവിടെ ആ മേഖലയിലെ പരിശോധനാ സംവിധാനങ്ങൾ തീർക്കുക എന്നുള്ള വ്യഗ്രത നമ്മൾ തുടക്കം മുതലേ ഫ്രം ദ ഡേ 1 അങ്ങനെ ആരോപണം ഉയർന്നതാണ്, നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് അതുപോലെ അതിനെ ശരിവെക്കുന്ന കാഴ്ചകൾ തന്നെ ഇപ്പോൾ കാണുന്നു. റോഡ് ക്ലിയർ ചെയ്യാൻ ആവശ്യമായ സംവിധാനങ്ങൾ, ഇപ്പോൾ റോഡ് ക്ലിയർ ചെയ്യാൻ ഒരു നീളൻ വണ്ടി അകത്തേക്ക് കടന്നുപോയി. എന്തായാലും അപ്പോൾ ഇനിയിപ്പോൾ ഗംഗാവാലി പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധന മാത്രമാണ് എന്ന് പറയേണ്ടി വരും. ജിതിന ആണ് ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ വിവരങ്ങൾ അതിനകത്ത് നൽകേണ്ടത്. ഇന്നിപ്പോൾ ഇവിടെ കൂടുതൽ പോലീസ് സംവിധാനങ്ങളുണ്ട്. നേരത്തെയൊക്കെ ഇവിടെ ഈ ബാരിക്കേഡിന് അവിടെ കുറച്ച് പോലീസുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ കുറേ അധികം പോലീസ് സംവിധാനങ്ങൾ ഇറക്കി, പോലീസിൻ്റെ വലിയ വണ്ടികളൊക്കെ ഇറക്കി കൂടുതൽ പോലീസുകാരെ കൊണ്ടുവന്ന് ഇവിടെ നിയന്ത്രണം ഘടിപ്പിക്കുകയാണ്. ഇവിടെ ആരും അകത്തേക്ക് കടന്നു പോകരുത് എന്നുള്ള നിയന്ത്രണം കർശനമാക്കുകയാണ്. അപ്പോൾ അതിനുള്ളിൽ നടക്കുന്ന റോഡ് ക്ലിയറൻസിൻ്റെ വിവരങ്ങൾ പുറത്തേക്ക് വരാതിരിക്കുക പ്രധാനമാണ്, അവർക്ക് അതിപ്രധാനമാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അത് നടക്കട്ടെ. നമ്മുടെ പ്രയോറിറ്റി അർജുനാണ്, അല്ലെങ്കിൽ ഈ പുഴയ്ക്കടിയിലുള്ളവരാണ്, അല്ലെങ്കിൽ ഈ മണ്ണിനടിയിലുള്ളവരാണ്. അപ്പോൾ പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയ്ക്ക് കൂടുതൽ സംവിധാനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഗംഗാവാലി പുഴ നമുക്കറിയാം വലിയ ആഴത്തിലുള്ള വലിയ വിസ്തൃതിയിലുള്ള പുഴയാണ്. അവിടെ നേവിയുടെ സാധാരണ ഡൈവർമാർക്കപ്പുറം കുറച്ചുകൂടി എക്സ്പെർട്ടൈസ് കിട്ടിയ കൂടുതൽ നേവി ഡൈവർമാർ അങ്ങോട്ടേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ അവർ മാത്രമേ അവിടെ ഉള്ളൂ. അവിടുത്തെ ഒരു യഥാർത്ഥ ചിത്രം നമ്മൾ ഈ രഞ്ജിത്തിലൂടെയും ഈ മലയാളി രക്ഷാപ്രവർത്തനത്തിലൂടെ ഒക്കെയാണ് നമ്മൾ പുറത്തേക്ക് അറിഞ്ഞിരുന്നതെങ്കിൽ ഇനിയിപ്പോൾ അത് അറിയാനുള്ള വഴിയില്ല. പോലീസ് കർശനമായി തന്നെ മലയാളി രക്ഷാപ്രവർത്തകരെ അങ്ങോട്ടേക്ക് കടത്തി വിടേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു. അത് പരസ്യമായി പറയുകയും ചെയ്യുന്നു. അതിനനുസൃതമായി ഇവിടെ ബാരിക്കേഡുകളിൽ കൂടുതൽ പോലീസുകാരെയും കൂടുതൽ പോലീസ് വണ്ടികളൊക്കെ ഇറക്കി അത് കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ എന്തായാലും കാണുന്നു. ഗംഗാവാലി പുഴയിൽ ഹൈ റെസൊണേറ്റിംഗ് സോണാർ അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് ഡീപ്പ് പെനട്രേറ്റിംഗ് റഡാറിൻ്റെ സൗകര്യം അവിടെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊക്കെയുള്ള ഒരു പരിശോധനയാണ് നടക്കാൻ പോകുന്നത്. അതും ഒരു ഫുൾ ഫ്ലെഡ്ജിലായിട്ടുണ്ടോ എന്ന കാര്യം അറിയില്ല. അതിന് കാരണം ഇടയ്ക്കിടെ പെയ്യുന്ന വലിയ മഴയാണ്. ഇടയ്ക്കിടെ വലിയ മഴ പെയ്യുന്നു. അത് കരയിലാണെങ്കിലും പുഴയിലാണെങ്കിലും രക്ഷാപ്രവർത്തനത്തിനുണ്ടാക്കുന്ന മാന്ദ്യം അത് ചെറുതല്ലാത്ത മാന്ദ്യം ഉണ്ടാക്കുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഈ കരയിൽ കണ്ട പരിശോധനയുടെ സംവിധാനങ്ങളൊന്നുമേ മതിയാവില്ല ഗംഗാവാലി പുഴയിലേക്കുള്ള പരിശോധന അത് പൂർത്തിയാക്കാൻ. കാര്യം അതിൻ്റെ ഒരു 10 മടങ്ങ് എഫർട്ട് ആവശ്യമുള്ള ഒരു പരിശോധനയാകും ആ പുഴയിലുള്ളത്. പുഴ ഇപ്പോഴും നിറഞ്ഞ് കവിഞ്ഞങ്ങനെ അതിൻ്റെ അല്ലെങ്കിൽ തന്നെ അത് എപ്പോഴും കരകവിയുന്ന ഒരു വലിയ പുഴയാണ് ഗംഗാവാലി. ഇന്നിപ്പോൾ കരകവിഞ്ഞ് വിസ്തൃതിയിൽ അതങ്ങനെ ഒഴുകുകയാണ്. അതിന് സാധാരണ സംവിധാനങ്ങൾ മതിയാവില്ല. കൂടുതൽ ഡൈവർമാർ ഉണ്ടാവണം, കൂടുതൽ എക്സ്പെർട്ടുകൾ ഉണ്ടാവണം. അതിലേറ്റവും പ്രധാനം നമ്മൾ കണ്ട ഇന്നലെ വൈകുന്നേരം പറയുന്ന ആ സിഗ്നലുകൾ കാണുന്നത് ഇതിൻ്റെ 8 മീറ്റർ അകലെയാണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു വലിയ മൺകൂന രൂപപ്പെടുന്നുണ്ട് കൃഷ്ണ സ്മിത. ആ മൺകൂന എന്ന് പറയുന്നത് ഈ വലിയ മല ഇടിഞ്ഞ്
ആ ഗംഗാവാലി പുഴയിൽ ഉണ്ടാക്കിയ ഒരു ചെറു ദ്വീപാണ്. ആ ചെറു ദ്വീപിൽ നിന്നാണ് അസുഖങ്ങൾ കിട്ടിയതെങ്കിൽ ആ ദ്വീപ് മാറ്റി പരിശോധിക്കണമെങ്കിൽ വലിയ സംവിധാനങ്ങൾ തന്നെ, എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഴത്തിലടുത്തട്ടിൽ വലിയ മണ്ണ്, വലിയ എമൗണ്ട്, നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറം ആയിരക്കണക്കിന് ടൺ മണ്ണ് സെഡിമെന്റ് ചെയ്ത് അടിഞ്ഞുണ്ടായ ഒരു ചെറിയ ദ്വീപാണ്. അത് മാറ്റി പരിശോധിക്കണമെങ്കിൽ അതിനനുസൃതമായ സംവിധാനങ്ങൾ ആവശ്യമുണ്ട്, ഡ്രഡ്ജിംഗ് സംവിധാനങ്ങൾ ആവശ്യമുണ്ട്. ഇന്നലെ കാർവാർ MLA പറയുന്നുണ്ടായിരുന്നു 60 അടി താഴത്തിൽ ഡ്രഡ്ജ് ചെയ്യാൻ ആവശ്യമായ സംവിധാനം ഗോവയിൽ നിന്ന് എത്തിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഡൽഹിയിൽ നിന്ന് കുറേ യന്ത്രോപകരണങ്ങൾക്ക്, ഉപകരണ സംവിധാനങ്ങൾക്ക് ഇങ്ങോട്ടേക്കുള്ള യാത്രാനുമതി കാത്തിരിക്കുന്നു. അങ്ങനെ ഉറപ്പായും വ്യക്തിപരമായി ഡൈവർമാരുടെ തെരച്ചിലിനേക്കാൾ കൂടുതൽ ഈ പറയുന്ന സാങ്കേതിക സംവിധാനമുള്ള കൂടുതൽ യന്ത്രസാമഗ്രികൾ എത്തുമ്പോൾ മാത്രമാണ് ആ പരിശോധന കൂടുതൽ ശക്തമാവുകയുള്ളൂ എന്ന് പറയാൻ കഴിയുകയുള്ളൂ. കൂടുതൽ വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് വരും. ഇന്നിപ്പോൾ ഇവിടുന്ന് അകത്തോട്ട് കടന്നു പോകുന്ന വാഹനങ്ങൾ നോക്കിയാൽ വളരെ കൃത്യമായി തന്നെ നമുക്കറിയാം അത് റോഡ് ക്ലിയറൻസിനുള്ള വാഹനങ്ങൾ തന്നെയാണ്. റോഡ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് അവരുടെ പ്രഥമ പ്രയോറിറ്റിയാണ്. ആ പ്രയോറിറ്റി പ്രകാരം അവരിപ്പോൾ റോഡ് ക്ലിയർ ചെയ്യുന്നു. അതേസമയം തന്നെ ഗംഗാവാലി പുഴയിലെ പരിശോധന അവിടെ നടക്കുന്നു. അല്പസമയത്തിനകം ആണ് നമുക്ക് ഗംഗാവാലി പുഴയിൽ ഏത് രീതിയിലാണ്, എത്രത്തോളം കണിശമായ പരിശോധന ഉണ്ടെന്ന് അറിയാൻ കഴിയുകയുള്ളൂ. ഒന്ന് രണ്ട് ദൃശ്യങ്ങൾ ഇതിനിടയിൽ പരിശോധക സംഘത്തിന് കിട്ടുന്നു. അത് അർജുൻ്റെ വണ്ടിയുടെ ദൃശ്യങ്ങളാണ്, അതിന് മുമ്പുള്ള ദൃശ്യങ്ങളാണ്, ചില പെട്രോൾ പമ്പിൽ ദൃശ്യങ്ങൾ, പിന്നെ ISROയുടെ ദൃശ്യങ്ങൾ. അതും ISROയുടെ ദൃശ്യങ്ങൾ പോലും വ്യക്തമല്ല എന്നാണ് പറയുന്നത്. കര നാവികസേനയുടെ സംയുക്ത ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പരിശോധന ഏതാണ്ട് ഗംഗാവാലി പുഴയിലേക്ക് മാത്രമായി കേന്ദ്രീകരിക്കുന്നു. കരയിൽ പരിശോധന നടത്താമെന്ന് വാദിക്കുന്ന മലയാളി രക്ഷാപ്രവർത്തകർ ഇപ്പോഴും ബാരിക്കേഡിനിപ്പുറം അകത്തേക്ക് പ്രവേശനമില്ലാതെ നിൽക്കുന്നുണ്ട്. കൃഷിന സ്മിത, കർശനമായ നിയന്ത്രണങ്ങളാണ്, മറ്റു ദിവസങ്ങളെക്കാൾ കൂടുതൽ നിയന്ത്രണങ്ങൾ അവർ കടുപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഹാഷ്മി താജ് ഇബ്രാഹിം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് വിവരങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ അതിന് മാർഗങ്ങൾ വേണം. ഇപ്പോൾ ജിതിൻ മാത്രമാണ് അങ്ങോട്ട് കടക്കാൻ, ജിതിന് മാത്രമാണ് അനുമതി ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ജിതിനിൽ നിന്ന് എങ്ങനെ നമുക്ക് വിവരങ്ങൾ അറിയാം, അല്ലെങ്കിൽ മറ്റു രീതിയിൽ വിവരങ്ങൾ എത്തിക്കാൻ എന്ത് നടപടികൾ സ്വീകരിക്കാം, ഇതിലൊക്കെ ആയിരിക്കും നമ്മൾ ഇനി കടക്കേണ്ടത്. പക്ഷേ തീർച്ചയായിട്ടും ഇന്ന് കൂടുതൽ സന്നാഹം എത്തുന്നു, തെരച്ചിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. ആ രീതിയിൽ പുഴയിൽ തെരച്ചിൽ നടത്തുന്നു. അതുപോലെ തന്നെ മണ്ണ് മാറ്റിയുള്ള പരിശോധനകളും നടക്കും. ശക്തമായ മഴ ഇടവിട്ട് പെയ്യുന്നുണ്ട്.